സിനിമ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് വർഷങ്ങൾക്ക് ശേഷം. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 1970കളിലെ ചെന്നൈയുടെ പശ്ചാത്തലത്തിൽ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് സിനിമ പറയുന്നത്. ധ്യാൻ ശ്രീനിവാസനാണ് ചിത്രത്തിലെ മറ്റൊരു നായകൻ. സിനിമയിൽ നിവിൻ പോളി അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ലീഫി സ്റ്റോറീസിന് നൽകിയ അഭിമുഖത്തിൽ അമൃത രാമനാഥിനെ ചിത്രത്തിന്റെ സംഗീത സംവിധായകനാക്കിയതിന്റെ കാരണം വിനീത് വെളിപ്പെടുത്തി. സീനിയറായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെയാണ് ആദ്യം സിനിമയ്ക്കായി ഉദ്ദേശിച്ചതെന്നും അമൃതുമായി സംസാരിച്ച ശേഷം അവനെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യാൻ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും വിനീത് വെളിപ്പെടുത്തി. ആദ്യം ഏതെങ്കിലും സീനിയർ മ്യൂസിക് ഡയറക്ടറെ ഈ സിനിമയിൽ കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചതായിരുന്നു. ഇതുവരെ സീനിയേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിക്കാൻ തീരുമാനിച്ചതിൻ്റെ അന്നാണ് അമൃത് എന്നെ കാണാൻ വരുന്നത്. ദിവ്യയാണ് എന്നോട് അവനെപ്പറ്റി പറയുന്നത്. ഇതിനു മുന്നേ അവൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കേട്ടതുകൊണ്ട് അവനെ കാണാൻ തീരുമാനിച്ചു. അവൻ ചെയ്തു വെച്ച റിലീസാകാത്ത കുറച്ചു പാട്ടുകൾ എന്നെ പാടി കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ഇവനെക്കൊണ്ട് മ്യൂസിക് ചെയ്യിച്ചാലോ എന്ന് ആലോചിച്ചു. നമ്മുടെ പടത്തിന് ചേരുന്ന പാട്ടുകളായിരുന്നു അതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അവൻ പാടാനൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കാൻ വന്നതാണ്. എനിക്കതറിയില്ലായിരുന്നു. അന്ന് രാത്രി കിടക്കാൻ നേരം ഞാൻ ദിവ്യയോട് ചോദിച്ചു, ഇവനെക്കൊണ്ട് ഈ പടത്തിൽ കമ്പോസ് ചെയ്യിച്ചാലോ എന്ന്. അങ്ങനെയാണ് അവൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഹൃദയത്തിൽ ഉള്ള അത്രയും പാട്ടുകൾ ഇതിലില്ല. അതിൽ 15 പാട്ടുകളായിരുന്നു. ഇതിൽ ചെറിയ കുറച്ച് പാട്ടുകളാണ്. എല്ലാം കൂടി ചേർത്ത് ഒരു 10 പാട്ടുകൾ മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂ, വിനീത് ശ്രീനിവാസൻ പറഞ്ഞു.